നമ്മുടെ ഈ കിട്ടുന്നില്ലേ? നമ്മൾക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഭാവം, നമ്മൾ അഹങ്കാരത്തിലേക്ക് എല്ലാം നമുക്ക് തികഞ്ഞു എന്നൊക്കെയുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വരുമ്പോൾ ഈശോ അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. 1 കൊറിന്തോസ് 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന്. കാരണം നമുക്ക് ലഭിച്ച ദാനങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായി തീരണം. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതല് ഈ നിമിഷം വരെ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അവിടുന്ന് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം നന്ദി പറയുവാൻ ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. നാം ആയിരിക്കുന്ന അവസ്ഥ അത് ദൈവത്തിന്റെ കൃപയാണ് എന്ന ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. എല്ലാം നമുക്ക് ഉള്ള എല്ലാം ദൈവത്തിന് സമർപ്പിക്കണം. എല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് ഒരു അർപ്പണ മനോഭാവത്തിലേക്ക് നമ്മുടെ ജീവിതം അർപ്പണ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തില് ഉദ്ധിതനായ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് അതിഥിയായി നമ്മൾ ക്ഷണിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 36-ാം തിരുവചനം പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മെ തന്നെ സ്വയം സമർപ്പിക്കണം. ഈശോ പറയുന്നുണ്ട്, എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവിന്റെ ഇഷ്ടം നിറവേറുവാൻ അതിനായി നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് വിശുദ്ധിയുള്ളതായിരിക്കണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തില് 4-8 അധ്യായത്തിൽ തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കുമെന്ന്. എല്ലാ ദിവസവും നമ്മൾ ഈ സഹായത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മളെ സഹായിക്കുന്ന ഒരു ശക്തിയും കൂടിയാണ്. ഈശോ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചപ്പോൾ, ഈശോ ശിഷ്യന്മാർക്ക് ലിഖിതം വിശുദ്ധീകരിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. ഇതുപോലെ നമ്മൾ തിരുവചന വായനയിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ട് നമ്മൾ കാതോർത്ത് നിൽക്കണം. അപ്പോൾ എല്ലാ ദിവസവും വചന വായന നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ നമുക്ക് ഉണ്ടാകണം. ഇതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 27-ാം തിരുവചനം പറയുന്നുണ്ട്, സ്വയം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന്. ഈ നോമ്പുകാലം നമ്മെ കൂടുതലായി സമർപ്പണത്തിലേക്കാണ് വരുവാനായിട്ട് ക്ഷണിക്കുകയാണ്. പഴയ ആ മനുഷ്യനെ, നമ്മളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ സൃഷ്ടികളായിട്ട് നമുക്ക് മാറാം. അതിന് നമ്മുടെ വിശുദ്ധീകരണം അത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധി കൂടാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി, അർപ്പണ മനോഭാവം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനായി സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തുതി.